എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. സൂചക സംഖ്യകൾ എന്ന് പറയുമ്പോൾ ശരിക്കും സൂചിപ്പിക്കുന്ന സംഖ്യകളായിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അല്ലെ. ഇവിടെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ വരുന്നത് നമുക്ക് ഇതുവരെ പരിചയമുള്ള സംഭവം തന്നെയാണ് നമുക്ക്. അതായത് എക്സ് അക്ഷവും വൈ അക്ഷവും അല്ലെ. നമ്മൾ ഇങ്ങനെയുള്ള ഈ ഭാഗത്ത് നമ്മൾ പറയുന്ന എക്സ് അക്ഷം അല്ലെങ്കിൽ എക്സ് ആക്സിസ് എന്നും ഇങ്ങനെ കുത്താൻ നിൽക്കുന്ന ഭാഗത്തെ വൈ ആക്സിസ് എന്ന് പറയുന്നത് പരസ്പരം ലംബമായിരിക്കും എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആയിട്ടേക്കാരും വരിക. ഓക്കെ, ഇതിന് ഈ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് 0 ആയിട്ടാണ്. അപ്പൊ ഇത് 0 ആണ്. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് 1, അതുപോലെ കൃത്യമായ ഇടവേളയിൽ നമ്മൾ 2, അതുപോലെ 3, 4 എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് എക്സ് ആണ്. എക്സിന് വലതു ഭാഗത്തേക്ക് വരുമ്പോൾ അതായത് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും എക്സിന്റെ വില കൂടുന്നു എന്ന് പറയാം അല്ലെ. എക്സ് വാല്യൂ ഇൻക്രീസ്. ഇവിടുന്ന് ഇങ്ങോട്ട് റൈറ്റ് സൈഡിലേക്ക് പോകുന്നതോറും എക്സിന്റെ വില കൂടുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു, ഈ ഭാഗത്തേക്ക് ഇടതുവശത്തേക്ക് വരുന്ന സമയത്ത് ഇത് എന്ത് ചെയ്യുന്നു, വിലകൾ കുറഞ്ഞു വരുന്നു. -1, -2, -3, അതുപോലെ -4 എന്ന് പറയുന്ന രീതിയിൽ കുറഞ്ഞു വരുന്നു. അതുപോലെ വൈയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പോകും തോറും മുകളിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു, വൈയുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സിന്റെയും വൈയുടെയും വില 0 ആണ്. മുകളിലേക്ക് പോകും തോറും വൈയുടെ വില എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാ വരെ 1, 2, അതുപോലെ 3, 4 എക്സെട്ര മുകളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ താഴേക്ക് വരുന്തോറും വൈയുടെ വില എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു എന്ന് പറയും. ഇപ്പോ ഇവിടെ -1, -2, -3, -4 എക്സെട്ര ഇവിടെ അങ്ങോട്ട് താഴേക്ക് അങ്ങനെ പോകുന്നു. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോ ബിന്ദുക്കളായിട്ട് അതായത് പോയിന്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ആ പോയിന്റിന്റെ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഞാനൊരു പോയിന്റ് അടയാളപ്പെടുത്തി. ഈ പോയിന്റിന്റെ പേര് പി എന്നാണ്. ഈ പിയുടെ സൂചക സംഖ്യകൾ കോർഡിനേറ്റ്സ് അഥവാ പിയെ സൂചിപ്പിക്കുന്ന സൂചക സംഖ്യകൾ. ഓക്കെ, സംഖ്യകൾ ഏതൊക്കെയാണ്? അതായത് രണ്ട് സംഖ്യകളാണ് വരുന്നത്. ഒന്ന് എക്സിലും വരുന്നു, മറ്റൊന്ന് വൈയിലും വരുന്നു. അപ്പൊ എക്സിലുള്ള സംഖ്യ എന്താണ്? പി എന്ന് പറയുന്ന ആ ബിന്ദുവിനെ എക്സിലെ സൂചിപ്പിക്കുന്ന സംഖ്യയും വൈയിലെ സൂചിപ്പിക്കുന്ന സംഖ്യ എങ്ങനെയാണ്? ഇത് ഓർഡേർഡ് പെയർ ആയിട്ടാണ് നമ്മൾ എഴുതുക. അതായത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റിലാണ് എഴുതുക. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ പി എന്ന് പറയുന്ന ഈ ബിന്ദുവിന്റെ സൂചക സംഖ്യ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നേരെ ആ ബിന്ദു, ഏത് ബിന്ദു ആണുള്ളത് ആ ബിന്ദുവിൽ നിന്ന് നേരെ താഴേക്ക് എന്ത് വരയ്ക്കുക, ലംബം വരയ്ക്കുക. ഓക്കെ, ഇത്രേ വരക്കണം എന്നൊന്നുമില്ല. നേരെ താഴേക്ക് വരുന്ന ആ ഒരു ഭാഗമാണ്. ആ ഭാഗത്തിലേക്ക് ഇവിടുന്ന് അല്ലെ, ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ആധാര ബിന്ദു അഥവാ ഒറിജിൻ എന്ന് പറയുന്നത്. ഒറിജിന്റെ സൂചക സംഖ്യകൾ ഇങ്ങനെയാണ്. ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു എന്ന് പറയും അല്ലെ. ആധാര ബിന്ദുവിന്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് 0, 0. അപ്പോ ഈ ആധാര ബിന്ദുവിൽ നിന്നും ഇതുവരെയുള്ള ഈ അകലം എന്ന് പറയുന്നത് ഇതാണ് എക്സിലുള്ള ദൂരം എന്ന് പറയുന്നത്. അത് എത്രയാണ്? 3 അല്ലെ. എക്സിലുള്ള ദൂരം എന്ന് പറയുന്നത് ഇവിടെ 3. അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് എക്സിലുള്ള ദൂരമാണ്. ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ പറയുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് എക്സിലെ സൂചക സംഖ്യയാണ്. എന്ന് പറഞ്ഞാൽ എക്സ് ആധാര ബിന്ദുവിൽ നിന്നും എക്സ് ഭാഗത്തേക്കുള്ള ദൂരം, അതാണ് ആദ്യത്തെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 3. ഇനി അവിടെ നിന്ന് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വൈയിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. മുകളിലേക്കും താഴേക്കും വരുമ്പോൾ അത് വൈ ആക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം അകലം എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഭാഗത്ത് എത്രയാണ്? 2 ആണ് അല്ലെ. നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്താറുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല നമുക്ക്. അപ്പൊ ഇവിടെ 2 എന്ന് പറയുന്ന അകലമാണ്, ഇവിടെ 2 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ സൂചക സംഖ്യ എന്ത് എഴുതാം? 3, 2 എന്ന് പറയുന്നത്. അപ്പൊ പി എന്ന് പറയുന്ന ആ ബിന്ദുവിന്റെ സൂചക സംഖ്യ എന്താണ്? 3, 2 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഞാനൊരു സൂചക സംഖ്യ അല്ല, ഒരു ബിന്ദു അടയാളപ്പെടുത്തണം. ബിന്ദുവിന്റെ പോയിന്റ് ക്യൂ എന്ന് കൊടുത്തു എങ്കിൽ ഈ ക്യൂ എന്ന് പറയുന്ന ഈ ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ അഥവാ കോർഡിനേറ്റ്സ് എന്താണ് എന്നൊന്ന് എഴുതണം നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്താണ്? ആ ക്യൂവിൽ നിന്ന് എക്സിലേക്ക് ആദ്യം ഒരു ലംബം പോവാന്നുള്ളതാണ് അല്ലെ. അപ്പൊ ക്യൂവിൽ നിന്ന് എക്സിലേക്ക് ആദ്യം വരക്കുമ്പോ എങ്ങനെയാ? എക്സിലേക്ക് വരച്ചു, ഇതാണ് എക്സ് എന്ന് പറയുന്നത്. ഇവിടെയാണ് എക്സ് എന്ന് പറയുന്നത്. ആ ഭാഗത്തേക്കല്ല, ഇവിടെ എക്സ് ഉണ്ട്, നെഗറ്റീവ് ആണ്. അപ്പൊ ആ ഭാഗത്തേക്ക് വരക്കുമ്പോൾ അവിടെ നിന്ന്, അതായത് ആധാര ബിന്ദുവിൽ നിന്ന് ഇതുവരെയുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? ദൂരം എന്ന് പറയുന്നത് 4 ആണ്. പല ബിന്ദു എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? -1.
അല്ലേ? -4 അപ്പൊ ക്യൂല് ആദ്യം -4 കോമ, പിന്നെ മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇതുവരെ നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്താറുണ്ട്, വേണമെങ്കിൽ അടയാളപ്പെടുത്താം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം. അപ്പോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. അത് എത്രയാണ് വരുന്നത്? 3 ആണ് വരുന്നത്. അപ്പൊ വൈയിലുള്ളത് 3. അപ്പൊ ക്യൂ എന്ന് പറയുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യ എന്ന് പറയുന്നത് -4 ആണെന്ന് പറയാം. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു ബിന്ദു ഇവിടെ അടയാളപ്പെടുത്താണ്. നോക്കൂ, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ബിന്ദു. ഈ ബിന്ദുവിന്റെ സൂചക സംഖ്യ നമുക്കറിയണം. ആർ എന്ന് പറയുന്ന ഈ ബിന്ദുവിന്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കുന്നതിന് എക്സിലേക്ക് നീട്ടി, അതുപോലെ തന്നെ വൈയിലേക്കും അല്ലെ വരച്ചു. ആദ്യം എഴുതേണ്ടത് നമ്മൾ എക്സിലുള്ള ദൂരമാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇതാണ് ആധാര ബിന്ദു ഒറിജിൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് എക്സിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് -4 ആണ്. അപ്പൊ -4, പിന്നെ വൈയിലുള്ള ദൂരം എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അകലം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ -2 ആണ് അല്ലെ? അപ്പൊ -2 കിട്ടിയോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നത്. ഇനി ഒരു ബിന്ദു തന്നാൽ അതെങ്ങനെ അടയാളപ്പെടുത്താമെന്ന് നോക്കാം. ഒരു ബിന്ദു നമുക്ക് എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിന്റെ സൂചക സംഖ്യകൾ എന്ന് പറയുന്നത് 1, 4 ആണ്. ഇതുപോലെ അക്ഷം വരച്ചൊന്ന് അടയാളപ്പെടുത്താൻ നിങ്ങളോട് പറഞ്ഞു. അപ്പൊ നിങ്ങൾ എന്താ, ഈ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് എക്സിലുള്ള ദൂരമാണ് അല്ലെ? അപ്പൊ ആധാര ബിന്ദുവിൽ നിന്ന് എക്സിലുള്ള ദൂരം 1, -1 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോ വലതു ഭാഗത്തേക്ക് വന്നു. ഇനി വൈയില് രണ്ടാമത് പറയുന്നത് എപ്പോഴും വൈ ആണ്. വൈയില് 4 എന്ന് പറയുമ്പോ വൈ എവിടുക്കാ പോകുന്നത്? മുകളിലേക്കാണ് പോകുന്നത്. പോസിറ്റീവ് ആണെങ്കിൽ മുകളിലേക്കും, നെഗറ്റീവ് ആണെങ്കിൽ താഴേക്കും വരും. അപ്പൊ വൈ ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ നേരെ മുകൾക്ക് നേരെ കുത്തനെ പോവാ. എത്ര വരെ? 4 വരെ. ഓക്കെ, ഇതെവിടെ? 4 വരെ. അപ്പൊ ആ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? 1, 4 എന്ന് പറയുന്നത് നമ്മുടെ എ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എല്ലാ ബിന്ദുക്കളും അടയാളപ്പെടുത്താം. ഇപ്പൊ ഞാനൊരു അടുത്തൊരു പോയിന്റ് പറയാനുണ്ട്, -4, -1. ഇത് ഈ ഇതിലൊന്നും അടയാളപ്പെടുത്തണം. അപ്പൊ നമ്മൾ ആദ്യം നോക്കൂ, ഈ എക്സിലുള്ള -4 എന്ന് പറയുന്നത്. എക്സില് -4. ഇപ്പൊ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ -4 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ വരുന്നത്? ഈ ഭാഗത്തേക്കാണോ ഈ ഭാഗത്തേക്ക് അല്ലെ? ഏത് വരെ വരണം? -4 വരെ വരണം. ഓക്കെ, വന്നു നിന്നു. അതിനുശേഷം വൈയില് നെഗറ്റീവ് ആണ്. വൈയില് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മുകൾ ഭാഗത്തേക്കാണോ താഴ്ഭാഗത്തേക്കാണോ? താഴ്ഭാഗത്തേക്കാണ് അല്ലെ? അപ്പൊ താഴ്ഭാഗത്തേക്ക് വരണം. എത്ര ദൂരം വരണം? -1 ദൂരം വരണം. ഇതാണ് -1 ദൂരം. അപ്പൊ ഇവിടുന്ന് -1 ദൂരം വരണം, അവിടെ നിൽക്കണം. ആ നിന്ന പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? -4, -1 എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്, ഈ ഒരു സെക്ഷനിൽ നിന്ന് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്, കുറച്ച് പോയിന്റ്സ് തന്നിട്ട് അത് ഇതുപോലെ വരച്ച് അടയാളപ്പെടുത്തി അത് യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന രൂപത്തിന്റെ പേരെന്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത്തരത്തിലുള്ള ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പൊ ആ ഭാഗത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. എക്സ് അക്ഷവും വൈ അക്ഷവും വരച്ച് എ -1, 3, ബി 2, 3, 3, 6, സി എന്ന് പറയുന്ന പോയിന്റ് 3, 6, ഡി എന്ന് പറയുന്ന പോയിന്റ് -1, 6 എന്നീ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. അതിന് യോജിപ്പിച്ച് അനുയോജ്യമായ ഒരു പേര് നിർദ്ദേശിക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട്. 2 മാർക്കിനൊക്കെ ആയിട്ട് ആദ്യ ഭാഗത്ത് കണ്ടുവരാറുണ്ട്. ഡ്രോ എക്സ് ആൻഡ് വൈ ആക്സിസ് മാർക്ക് ദ പോയിന്റ്സ് -1, 3, 2, 3 and 3, 6, -1, 6 and connect the point and write the suitable name for the figure എന്ന് പറയും. അപ്പൊ ആദ്യം നമുക്ക് എക്സും വൈ ആക്സും വരക്കണം അല്ലെ? വൈ ആക്സും അതുപോലെ തന്നെ എക്സ് ആക്സും വരച്ചു. നമ്മൾ പറയുന്നത് ഒറിജിൻ അഥവാ ആധാര ബിന്ദു എപ്പോഴും 0, 0 ആയിരിക്കും അല്ലെ? എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് എന്ന് പറയും. ഇതില് ഈ എക്സിലുള്ള വിലകൾ എന്ന് പറയുന്നത് ഇവിടെ -1, അതുപോലെ 2, 3, -1 എന്ന് പറയും. വൈയിലുള്ള വിലകൾ ഇവിടെ 3, 3, 6, 6. അപ്പൊ വൈയില് 6 വരെ വരുന്നുണ്ട് അല്ലെ? വൈയില് 6 വരെ വരുന്നുണ്ട്. അപ്പൊ മുകളിലേക്ക് നമുക്ക് 6 വരെ ഉണ്ടാവണമെന്നുണ്ട്. അപ്പൊ കുറച്ചും കൂടി താത്തി വരക്കാം നമുക്ക്. എക്സ് ഇപ്പൊ ഇവിടുന്ന് ഭാഗത്തേക്ക് 1, 2, 3, 4, 5 and 6. Okay, the last one 6. -1 അതുപോലെ -2 മാത്രം മതി. കാരണം ഇവിടെ y എന്ന് പറയുന്നതിന്റെ വിലകൾ പറയാം 3, 3, 6, 6 ആ ലെവലിലാണ് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫുൾ പോസിറ്റീവ് ആണ്. അപ്പൊ ഈ ഭാഗത്ത് നെഗറ്റീവ് ഇല്ല. നമ്മുടെ ഈ പറഞ്ഞ ചോദ്യത്തിൽ നെഗറ്റീവ് ഇല്ല.
അതായത് വൈയിൽ നെഗറ്റീവ് ഇല്ല, അപ്പൊ താഴത്തേക്ക് വരക്കേണ്ട ആവശ്യം നമ്മളില്ല. ഇനി എക്സിലുള്ള വിലകൾ -1, 2, 3, -1 എന്ന് പറയാം. അപ്പൊ -1 എന്ന് പറയുന്നത് ഇങ്ങോട്ടൊരു വിലയുണ്ട്, അങ്ങോട്ട് 3 വരെയുണ്ട്. അപ്പൊ 1, 2, 3, 4 വരെ നമുക്ക് വരച്ചു വെക്കാം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് -1, അതുപോലെ -2, -3 വരെ നമുക്ക് സ്ഥലം ഉണ്ടായതുകൊണ്ട് വരക്കാം. ഓക്കെ, ഇനി നമുക്ക് അടയാളപ്പെടുത്തുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് -1, 3 എന്ന് പറയുന്നത് -1, 3 എന്ന് പറയും. പല ആളുകളും ചിലപ്പോൾ എന്ത് ചെയ്യുന്ന പറയാ, ബോക്സ് രൂപത്തിൽ അത് വരച്ച് അവസാനം വരുമ്പോൾ അത് തെറ്റായിട്ട് അടയാളം നമുക്ക് നോക്കുന്നില്ല. -1, 3 എന്ന് പറയും. എ എന്ന് പറയുന്ന പോയിന്റ് ആദ്യം -1ലേക്ക്, നമുക്ക് എപ്പോഴും ആധാര ബിന്ദുവിലാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആധാര ബിന്ദുവാണ്, അത് ഒറിജിൻ ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോ -1, 3 എന്ന് പറയുമ്പോൾ ആദ്യം എക്സിൽ -1 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ട് സഞ്ചരിക്കണം എന്നാണ്. എക്സിൽ 1 എന്ന് പറയുമ്പോൾ വലതു ഭാഗത്തും, എക്സിൽ -1 എന്ന് പറയുമ്പോൾ ഇടതു ഭാഗത്തുമാണ് അല്ലേ, ലെഫ്റ്റ് സൈഡ്. അപ്പൊ -1ലേക്ക് എത്തി. ഓക്കെ, ഇവിടെ വന്നു നിന്നു. ഇനി അടുത്തത് വൈയിൽ 3 എന്ന് പറയുന്നത്. വൈയിൽ 3 എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത്, മുകളിലേക്കാണോ താഴെ? വൈ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയണം അത് ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, കുത്തനെയാണ്, കാരണം ഇത് കുത്തനെയാണല്ലോ അല്ലെ. അപ്പൊ 3 വരെയാണ് സഞ്ചരിക്കേണ്ടത്. അടിയിലേക്കാണോ മുകളിലേക്കാണോ? മുകളിലേക്കാണ്. അപ്പൊ 3 വരെ ഇങ്ങനെ സഞ്ചരിക്കാം. അപ്പൊ സഞ്ചരിച്ചതേ അവിടെ. അപ്പൊ അതിനൊരു ബോക്സ് ആക്കി ഇടണമെന്നൊന്നുമില്ല. അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ സ്കെയില് വെച്ച് വരക്കാതെ പോയിന്റ് ഇട്ടാൽ മതി. അപ്പൊ ഈ ഒരു പോയിന്റ് ഇതിങ്ങനെ ബോക്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാനത്തെ ഒരു ഇതുണ്ട്, ഇത് കംപ്ലീറ്റ് ആക്കാൻ. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, -1, 3 എന്ന് പറയുന്നത്. അതായത് -1, 3 എന്ന് പറയുമ്പോൾ ആദ്യം -1 എന്ന് പറയുന്നത് എക്സിൽ -1, എക്സിൽ -1. വൈയിൽ 3 എന്ന് പറയുമ്പോൾ അടിഭാഗത്ത് കാണാം, മുകൾ ഭാഗത്ത് കാണാം, പോസിറ്റീവ് ആണ് 3. അപ്പോൾ അവിടെ അടയാളപ്പെടുത്തി. ഓക്കെ ആണല്ലോ. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് 2, 3 ആണ്. അപ്പൊ 2, 3 എന്ന് പറയുമ്പോൾ വി ക്യാൻ സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഒറിജിൻ അല്ലെ. ഒറിജിനിൽ നിന്ന് തുടങ്ങാം അല്ലെ, സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഒറിജിനിൽ നമുക്ക് തുടങ്ങാം. അതായത് ആധാര ബിന്ദുവിൽ നിന്ന്. ആധാര ബിന്ദുവിൽ നിന്ന് എക്സിലേക്ക് 2 എന്ന് പറയുമ്പോൾ എക്സിലേക്ക് 2. പിന്നെ അവിടെ നിന്ന് 3, വൈ 3. വൈ എന്ന് പറയുമ്പോൾ മുകളിലേക്ക് 3 അല്ലെ, 3 മുകളിലേക്ക് 3. അത് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് അതേ അളവിൽ തന്നെ മെഷർമെന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടെ ആ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റ് 2, 3 എന്ന് പറയുന്ന പോയിന്റ് 2, 3. പിന്നെ സി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് 3, 6 ആണ്. 3, 6 എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് 3യിലേക്കാണ് പോകുന്നത് അല്ലെ, 3യിലേക്ക്. അപ്പൊ 3യിലേക്ക് പോയി, അവിടെ നിന്ന് 6ലേക്ക്, അവിടെ നിന്ന് 6ലേക്ക് ഇത് പോയി അല്ലേ. അപ്പൊ കറക്റ്റ് നിങ്ങൾ സ്കെയിൽ വെച്ച് വരക്കണം, തെറ്റാൻ പാടില്ല. ആദ്യം 3, 6 എന്ന് പറയുമ്പോൾ ആദ്യം ആധാര ബിന്ദുവിൽ നിന്ന് 3യിലേക്ക് എക്സ്, പിന്നെ അവിടുന്ന് വൈ എന്ന് പറയുന്നത് 6ലേക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റ് 3, 6 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് -1, 6 എന്ന് പറയുന്നത്. അപ്പൊ എക്സിൽ -1ലേക്ക് വരുന്നു, വൈയില് 6ലേക്ക് പോകുന്നു, മുകളിലേക്ക്. അപ്പോ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നേരെ മുകളിലേക്ക് 6ലെത്തുമ്പോ അത് നിൽക്കും അല്ലെ. ഇത് യോജിപ്പിക്കാനാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇത്രയും നമ്മളിവിടെ എഴുതി കഴിഞ്ഞ D -1, 6 എന്ന് പറയുന്നത്. ഇനി ഇത് യോജിപ്പിക്കാനാണ് പറയുന്നത്. അതിനൊരു പേര് എഴുതാം. ഇതിൽ ചെറിയൊരു ഭാഗത്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 3, 6 അല്ല, 2, 6 ആണ്. 3, 6 ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ചിത്രം കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊന്ന് സി എന്ന് പറയുന്ന പോയിന്റ് അല്ലെ. അപ്പൊ ഇത് 2, 6 ആണ്. അപ്പൊ ഇതൊന്ന് മാറ്റി വരക്കണം നമുക്ക്. 2, 6 ബാക്കിയൊക്കെ കറക്റ്റ് തന്നെയാണ്. 2, 6 എന്ന് പറയുമ്പോൾ 2 വരെ വന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം, 6ലേക്ക് പോകാം അല്ലെ. ഏകദേശം ഈ വരയിൽ കൂടെ തന്നെ 6 വരെ. ഇതാണ് നമ്മുടെ 2, 6, അതായത് സി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇനി ഈ 3 പോയിന്റ്സും യോജിപ്പിക്കാനാണ് പറയുന്നത്. യോജിപ്പിച്ചിട്ട് വേണം. അപ്പൊ യോജിപ്പിക്കുമ്പോൾ സ്കെയിൽ വെച്ച് ഇങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ രൂപത്തിന്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത്. ഒരു സമചതുരം എന്ന് പറയുന്ന രീതിയിൽ അല്ലെ, ഒരു സമചതുരമായിട്ട് വരും. അപ്പൊ ഈ രൂപത്തിന്റെ പേര് എന്ന് പറയുന്നത് സ്ക്വയർ അഥവാ സമചതുരമാണ്. അപ്പൊ നിങ്ങൾ വരക്കുമ്പോ കറക്റ്റ് ആയിട്ട്, ഇപ്പൊ ഇത് അളവില്ലാതെ വരച്ചിട്ടുള്ളത്, അളവിൽ കറക്റ്റ് ആയിട്ട് 1 സെന്റിമീറ്റർ ഗ്യാപ്പ് ഇട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് കിട്ടും, ഇതേ രൂപത്തിലുള്ള ഒരു സമചതുരം.
ഇനി നമുക്ക് പേജ് നമ്പർ 134 ഓരോ ചോദ്യങ്ങൾ, 134 ഒരു ചോദ്യം ഉണ്ട്, കഴിഞ്ഞ് 135 അങ്ങനെ ഓരോ ചോദ്യം ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതൊക്കെ ചെയ്യാം, വളരെ എളുപ്പമാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ഫോളോവിങ്, അതായത് താഴെ തന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് the y coordinates of any point on the x axis എന്ന് പറയും. അതായത് എക്സ് അക്ഷത്തിലുള്ള y സൂചക സംഖ്യകൾ എന്തായിരിക്കും? എക്സ് അക്ഷം എന്ന് പറയുന്നത് നമ്മൾ വരച്ചിട്ടുള്ളത് എക്സ് അക്ഷം എന്ന് പറയുന്നത് അല്ലെ. വൈ അക്ഷം എന്ന് പറയുന്നത് ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ വൈ അക്ഷം എന്ന് പറയും. രണ്ടും കൂടി 90 ഡിഗ്രിയിൽ കൂടിച്ചേരുന്നതിന് ആധാര ബിന്ദു ഒറിജിൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എക്സ് അക്ഷത്തിലെ വൈ സൂചക സംഖ്യ എന്തായിരിക്കും എന്നാണ്. എക്സ് അക്ഷത്തിലെ ബിന്ദുക്കളുടെ വൈ സൂചക സംഖ്യ. എക്സ് അക്ഷത്തിലുള്ള ബിന്ദുക്ക പോയിന്റ്സ് നമ്മൾ 1 എന്ന് പറയാം, അതുപോലെ ഇവിടെ 2, ഇവിടെ 3, 4 എക്സെട്ര. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ -1, -2, -3 എക്സെട്ര അങ്ങോട്ട് പോകും അല്ലേ. ഈ ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ എന്ന് പറയാം. ഇത് ഈ ബിന്ദുവിന്റെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് വിചാരിക്കുക, അതിന്റെ സൂചക സംഖ്യ എന്താ പറയാ? ആധാര ബിന്ദുവിൽ നിന്ന് ഈ ബിന്ദുവിലേക്ക് ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 1. ഇനി വൈ ദൂരം ഉണ്ടോ? മുകൾക്കോ താഴത്തേക്കോ പോയിട്ടുണ്ടോ? ഇല്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പൊ വൈ ദൂരം എന്താണ്? 0 ആണ്. അപ്പൊ 1, 0 എന്നാണ് ഇതിന്റെ സൂചക സംഖ്യ വരുന്നത്. അപ്പൊ ഇതെന്തായാലും വരിക 2, 0 അല്ലേ. എന്തിനാ ഇവിടെ 0 വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെയാണ് കിടക്കുന്നത്, എക്സിലാണ് കിടക്കുന്നത്. എക്സിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മുകളിലേക്കോ താഴേക്കോ പോയിട്ടില്ലല്ലോ. മുകളിലേക്കോ താഴേക്കോ മാറുമ്പോഴാണ് അത് എന്താകുന്നത്? വൈ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ നിലവിൽ എന്താണ്? വൈ 0 ആണെന്ന് പറയണ്ടേ. അപ്പൊ ഇവിടെ എത്ര വരിക? ഇത് 3, 0, ഇതോ 4, 0, ഇവിടെ -1, 0, ഇവിടെ -2, 0, ഇവിടെ എന്ത് വരും? -3, 0 എക്സെട്ര. എന്ന് പറഞ്ഞാൽ എക്സ് അക്ഷത്തിലെ ബിന്ദുക്കളുടെ, എക്സ് അക്ഷം അതിലെ ബിന്ദുക്കൾ എവിടെ ബിന്ദുട്ടാലും ബിന്ദുക്കളുടെ വൈ സൂചക സംഖ്യ, അതായത് വൈ സൂചക സംഖ്യ 0 ആയിരിക്കും. The points on the x-axis, the y coordinates are 0. Y coordinates are 0. The y coordinates of any point on the x-axis are 0 ആയിരിക്കും എന്നാണ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം. അതിൽ തന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്, നേരെ തിരിച്ച്. അതായത് the x coordinate of any point on the y axis. y അക്ഷത്തിലെ x coordinate എന്തായിരിക്കും? ഇപ്പൊ നമുക്കറിയാം y അക്ഷം എന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുന്നതാണ്, ഇത് x എന്ന് പറയുന്നത്. അപ്പൊ y-യിലെ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, അതുപോലെ തന്നെ താഴേക്ക് -1, -2 എക്സെട്ര അങ്ങനെ പോകുന്നു അല്ലേ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് y അക്ഷത്തിലെ x കോർഡിനേറ്റ് എന്താവും? അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. y അക്ഷത്തിലുള്ള പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഇതിന്റെയൊക്കെ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ എന്ന് പറയണം. ഇതിന്റെ സൂചക സംഖ്യ എന്താ വരിക? ഈ പോയിന്റ് കിടക്കുന്നത് എവിടെയാണ്? y അക്ഷത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ടോ പോയിട്ടില്ല, ഇത് y അക്ഷത്തിലാണ് കിടക്കുന്നത്. അപ്പൊ എക്സിന്റെ സൂചക സംഖ്യ എന്തായിരിക്കും? 0 ആയിരിക്കും. ആദ്യം 0 തന്നെ എഴുതണം, കാരണം എക്സ് ആണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്, അത് എവിടെ ആയിരുന്നാലും. രണ്ടാമത് y എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഈ പോയിന്റ് എവിടെ കിടക്കുന്നത്? ആധാര ബിന്ദുവിൽ നിന്ന് 1ലേക്ക് മുകളിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ 1, അപ്പൊ 0, 1. അങ്ങനെയാണെങ്കിൽ ഈ ബിന്ദുവിന്റെ സൂചക സംഖ്യ 0, 2, ഇതോ 0, 3, ഇവിടെ 0, -1, ഇവിടെ എന്താ വരിക? 0, 2 എന്ന് പറയുന്ന രീതി. അപ്പൊ നേരെ എന്ത് ചെയ്ത ഇവിടെ എങ്ങനെ y അക്ഷത്തിലെ ബിന്ദുക്കളുടെ ഏത് പോയിന്റ് എടുത്താലും x സൂചക സംഖ്യ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ രണ്ട് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ ആണല്ലോ. The x coordinate of any point on the y axis is 0. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോർഡിനേറ്റ് ഓഫ് ദ ഒറിജിൻ. അതിലെ മൂന്നാമത്തെ കേട്ടോ, പേജ് നമ്പർ 134. അതായത്
ദ കോർഡിനേറ്റ്സ് ഓഫ് ദ ഒറിജിൻ, ആധാര ബിന്ദുവിന്റെ സൂചക സംഖ്യ. ഒറിജിന്റെ സൂചക സംഖ്യ എന്താ? 0 0. ഇവിടെ 0 0 0 0. അടുത്തത് അതിന്റെ നാലാമത്തെ ചോദ്യം പറയുന്നത് the y coordinates of any points on the line through 0 1 0 1 parallel to the x axis. അതായത് 0 1 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതിലൂടെ x അക്ഷത്തിന് സമാന്തരമായി വരക്കുന്ന വരയിലെ y സൂചക സംഖ്യ എന്താണ്? അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എക്സും വൈയും വരച്ചിട്ടുണ്ട്. എക്സ് അക്ഷവും അതുപോലെ വൈ അക്ഷവും. പോയിന്റ്സ് ഒക്കെ ഒന്ന് അടയാളപ്പെടുത്താല് 1 2 3 4 -1 -2 -3 1 2 3 -1 -2 -3. നാലാമത്തെ ചോദ്യം പറയുന്നത് the y coordinates of any point on the line through 0 1 parallel to x axis. x അക്ഷത്തിന് സമാന്തരം, ഈ x അക്ഷം എന്ന് പറഞ്ഞതല്ലേ, ഇതിന് സമാന്തരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക വര, ഈ രൂപത്തില്. ഇതിന് സമാന്തരം പാരലൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു വരക്ക് പാരലൽ എന്ന് പറഞ്ഞാൽ ഒക്കെ അതേപോലെ തന്നെ വരിക. അങ്ങനെ ഈ x അക്ഷത്തിന് സമാന്തരമായിട്ടുള്ളതും 0 1 കടന്നു പോകുന്നു. ഏതാണ് 0 1 എന്ന് പറഞ്ഞതല്ലേ? 0 എന്ന് പറഞ്ഞാൽ 0 1 എന്ന് പറഞ്ഞാൽ ആദ്യം എക്സിൽ 0, അപ്പൊ എക്സിൽ 1 ഉണ്ടാവണമെങ്കിൽ ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ -1 ഉണ്ടാവണം. 0 എന്ന് പറഞ്ഞാൽ അപ്പൊ 0 1 ഇതിലൂടെ കടന്നു പോകുന്ന ഒരു വര ആർക്ക് സമാന്തരമായിട്ട്? എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ട്. ആ വരയിലുള്ള y സൂചക സംഖ്യകൾ എന്തെങ്കിലും, ഇതിന്റെ പേരെന്താ? ഈ ഒരു സൂചക സംഖ്യ, ഇതിന്റെ പേര് ആദ്യം നേരെ ഇവിടെ വന്ന് പിന്നെ മുകളിൽ, അപ്പൊ 1 1 അല്ലേ, 1 1. ഇതോ ഇവിടെ ഈ പോയിന്റിന്റെ പേര് ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് 2, മുകൾക്ക് 1 2 1. ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ വന്ന് 3, പിന്നെ മുകൾക്ക്, അപ്പൊ 3 1. ഇവിടുന്ന് ഇങ്ങോട്ട് -1 1. ഈ പോയിന്റ് ഇവിടുന്ന് ഇങ്ങോട്ട് 2, മുകൾക്ക് 1, സോറി -2 1. ഓക്കെ, അപ്പൊ ഒന്ന് പറഞ്ഞേ, എക്സ് അക്ഷത്തിന് സമാന്തരമായി പാരലലായി 0 1 വരക്കുന്ന വരയുടെ y സൂചക സംഖ്യ എന്തായിരിക്കും? y സൂചക സംഖ്യ എന്തായിരിക്കും? 1. ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ 0 1 ആണെങ്കിൽ എക്സ് അക്ഷത്തിന് സമാന്തരമായി വരക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും എന്തായിരിക്കും? y സൂചക സംഖ്യ തുല്യമായിരിക്കും, അതുപോലെ 1 ആയിരിക്കും. കിട്ടിയോ? അപ്പോ എന്താ എഴുതേണ്ടത്? y സൂചക സംഖ്യ 1 ആയിരിക്കും. ഇനി അതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരെ തിരിച്ച്. അപ്പൊ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ.